നിഴലുകളിൽ രൂപപ്പെടുത്തി പ്രതികാരത്താൽ മൂർച്ച കൂട്ടിയ സർപ്പത്തിന്റെ തലപ്പാവ്. സൗഹൃദവുമില്ല, കരുണയുമില്ല. ഈ സർപ്പസഖ്യത്തിന് ലക്ഷ്യം പ്രതികാരം മാത്രം. സിരകളിൽ വിഷവും കാലടികളിൽ നിശബ്ദതയും പടരുമ്പോൾ വിധിയാൽ പുറത്താക്കപ്പെട്ട 4 പേർ ഒന്നിക്കുന്നു. എന്നാൽ കാലാന്തരത്തിൽ സർപ്പം അതിന്റെ പടമൂരി ലോകത്തെ തന്നെ ചുട്ടരിക്കുന്ന അഗ്നിയുടെ ചിറകുകളുള്ള പരുന്തായി മാറി. ഒരൊറ്റ മനുഷ്യനെ വേട്ടയാടിയിരുന്ന സർപ്പസഖ്യം ഇപ്പോൾ ഇതാ ഒരു ഗോത്രത്തെ തന്നെ വേട്ടയാടുന്നു. വഞ്ചനയിൽ നിന്ന് ജനിച്ച് വെറുപ്പാൽ പ്രചോദിതമായി സ്വാതന്ത്ര്യത്താൽ നയിക്കപ്പെടുന്ന അസാമാന്യമായ 4 യോദ്ധാക്കൾ. പ്രതികാരത്താൽ വിഴുങ്ങുന്ന ഒരു നേതാവും കഷ്ടപ്പാടുകളാൽ കെട്ടിച്ചമച്ച 3 രാക്ഷസന്മാരും കൂടെ ചേരുമ്പോൾ അതിന്റെ പ്രഥമ നാമം ഹെബി എന്നായിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ അത് പരുന്തായ ഹോക്കായി മാറി, അഥവാ ടീം ടാക്കയായി മാറി. ഓക്കെ ഫൈൻ, ടീം ഹെബി അല്ലെങ്കിൽ ടീം ടാക്ക, ഈ 2 ഗ്രൂപ്പും ഒന്നാണോ? എന്നാൽ എന്തുകൊണ്ടാണ് ഈ പേരിന് മാറ്റം വന്നത്? ആരാണ് ഈ ഗ്രൂപ്പ് കണ്ടുപിടിച്ചത്? അണ്ടർറേറ്റഡ് ആയിട്ടുള്ള എന്നാൽ വീര്യം കൊണ്ട് തടുക്കുവാനാകാത്ത ഈ ഒരു ടീമിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആൻഡ് എക്സ്പ്ലെയിൻഡ് വീഡിയോ ആയിരിക്കും ഇത്. അതായത് ഇതിൻ്റെ ഒറിജിൻ, ആരാണ് ഫൗണ്ട് ചെയ്തത്, ഇതിൽ ആരൊക്കെയുണ്ട്, ഏതൊക്കെ മെമ്പേഴ്സിന് എന്തൊക്കെ പവർ ആണുള്ളതെന്ന് കംപ്ലീറ്റ്ലി നമുക്ക് നോക്കാം. സോ ടീം ഹെബി അല്ലെങ്കിൽ ടീം ഹാക്ക, ഇതിൻ്റെ ഒരു ബേസിക് ഓവർവ്യൂ പറയുകയാണെങ്കിൽ ഈ 2 ടീമും ഫൗണ്ട് ചെയ്തത് സാസ്കെ ഉച്ചിഹയാണ്. ദ വൺ ആൻഡ് ഓൺലി ലോൺ സർവൈവൽ വൂൾഫ് ഓഫ് ഉച്ചിഹ ക്ലാൻ. ഒറിജിനൽ നെയിം ആയിരുന്നു ഹേബി. അതായത് ഈ ഹേബി ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുവാണെങ്കിൽ സ്നേക്ക് എന്നാണ് അർത്ഥം. ഇത് കാലാന്തരത്തിൽ ടാക്കയായി മാറിയതാണ്. ടാക്ക എന്ന് പറഞ്ഞാൽ ഹോക്ക് അല്ലെങ്കിൽ പരുന്ത് എന്നാണ് അർത്ഥം. ഇതിൻ്റെ അഫിലിയേഷൻ നോക്കുകയാണെങ്കിൽ ടീം ഹെബി ആയിരിക്കുന്ന സമയത്ത് ഇനിഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു. എന്നാൽ ടീം ടാക്ക ആകുന്ന ടൈമിൽ ഇത് അക്കാട്സുക്കയിൽ അലൈ ചെയ്യുന്നുണ്ട്. ഇനിയും പേര് മാറാനുള്ള ആ ഒരു റീസൺ ചെറുതായിട്ടൊന്ന് പറയുകയാണെങ്കിൽ, ടീം ഹെബി ആയിരുന്നപ്പോൾ ഇവർക്കൊരു പ്രൈമറി ഗോൾ ഉണ്ടായിരുന്നു. ആ ഒരു ഗോളിന് ചേഞ്ച് വന്നപ്പോഴാണ് ഇവർ ടീം ടാക്കയായി മാറിയത്. അതെന്താണെന്ന് വഴിയെ പറയാം. ഇപ്പോൾ ഒരു ഓവർവ്യൂ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ആദ്യം തന്നെ ഒറിജിൻ ആൻഡ് ഫോർമേഷൻ ഓഫ് ടീം ഹെബി നമുക്ക് നോക്കാം. ടീം ഹെബി ഫോം ചെയ്തത് സാസ്കെ ഉച്ചിഹ നമ്മുടെ ഒറോച്ചിമാരിനെ കൊന്നതിന് ശേഷമാണ്. ഇതിലൂടെ സാസ്കെ ഇൻഡിപെൻഡൻസ് നേടിയെടുത്തു. ഒറോച്ചിമാറിന്റെ പവറും അബ്സോർബ് ചെയ്തെടുത്തു. എന്നാൽ അദ്ദേഹത്തിന് കുറച്ച് അലൈസിന്റെ ആവശ്യമുണ്ടായിരുന്നു. ബട്ട് ഉറപ്പായിട്ടും അദ്ദേഹം ഒരു നിബന്ധന വെച്ചിരുന്നു, ഇമോഷണൽ ബോണ്ട് ഒന്നും ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഹെബി എന്ന് പറയുന്ന ടീം സാസ്കെ ഫോം ചെയ്തത് നോട്ട് ഫോർ ഫ്രണ്ട്ഷിപ്പ് ബട്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്. ഇവൻ്റെ ഒരു ഉദ്യമം ഉണ്ടായിരുന്നു. അറിയാലോ, ഇറ്റാച്ചി ഉച്ചിഹേനെ വേട്ടയാടുക. സോ ഒരു തരത്തിൽ ടീം ഹെബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒറോച്ചിമാറുവിൻ്റെ സ്നേക്ക് ആൻഡ് സീക്രസി പോയിസൺ ആയിട്ടുള്ള ഐഡിയോളജിയും സാസ്കയുടെ കോൾഡ് റിവെഞ്ച് ഡ്രൈവൺ ഫേസിനെയുമാണ് സൂചിപ്പിക്കാം. അതിൻ്റെ പ്രൈമറി ഗോൾ ആയിരുന്നു ഇറ്റാച്ചിനെ ഹണ്ട് ചെയ്യുക. അവൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, വി വർക്ക് ടുഗെദർ അണ്ടിൽ ഇറ്റാച്ചി ഡൈസ്, നത്തിങ് മോർ. സോ ഈ ടീം ഹെബിയിലെ അല്ലെങ്കിൽ ടാക്കയിലെ ആരൊക്കെ ഉണ്ടായിരുന്നു നോക്കണ്ടേ? 1 സാസ്കെ ഉച്ചിഹ, അവെഞ്ചർ അല്ലെങ്കിൽ ലീഡർ, മെയിൻ അറ്റാക്കർ. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ക്യാരക്ടറിനെ പറ്റി പറയുന്നില്ല, ജസ്റ്റ് സമ്മറൈസ്ഡ് വേർഷൻ ഓഫ് വാട്ട് ദേ ആർ കേപ്പബിൾ ഓഫ്. സോ പവർ ലെവൽ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ടൈമിലും ഒരു എലൈറ്റ് ജോനിൻ ലെവലിലുള്ള ഒരു ഷിനോബി തന്നെയായിരുന്നു സാസ്കെ. ആ ഒരു ടൈമിൽ മാങ്കിക്കോ ഷെരിങ്കനുണ്ട്, ചിഡോറി വേരിയൻസ് ഉണ്ട്, കിരിൻ എന്ന് പറയുന്ന ആ ഒരു എബിലിറ്റി ഉണ്ട്, ഗെൻജിറ്റ്സു അറിയാം, ഒറോച്ചിമാരുണ്ട്, റെസ്യൂഡൽ പവേഴ്സും ഉണ്ട്, ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ജീനിയസും കൂടിയാണ്. അതോടൊപ്പം തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള കോൾഡ്, കാൽക്കുലേറ്റഡ് എന്നൊക്കെ പറയുന്നത്, പ്രൊട്ടക്റ്റീവ് ബട്ട് ഡിനൈങ് ഇറ്റ്, ആ ഒരു ആറ്റിറ്റ്യൂഡുമുണ്ട്. സോ ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ സാസ്കെ ഉച്ചിഹ ആദ്യം റിക്രൂട്ട് ചെയ്യാൻ പോകുന്നത് ദ ലിക്വിഡ് ബ്ലേഡ് എന്ന അപരനാമമുള്ള സുഗിറ്റ്സു ഹൊസൂഗിനെയാണ്. ഇദ്ദേഹം ഒരു ഫ്രണ്ട് ലൈൻ ഫൈറ്റർ തന്നെയാണ്. ഒറിജിൻ എന്ന് പറയുന്നത് ഹൊസൂഗി ക്ലാനിൽപ്പെട്ട, അതായത് മിസ്റ്റ് വില്ലേജിലെ ഹൊസൂഗി ക്ലാനിൽപ്പെട്ട ഒറോച്ചിമാരുവിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഇദ്ദേഹത്തിൻ്റെ എബിലിറ്റീസ് എന്ന് പറയുന്നത് നല്ല ഹൈഡ്രിഫിക്കേഷൻ ടെക്നിക്കും, ഏതൊരു ബോഡീനെ ലിക്വിഫൈ ചെയ്യാനും, ഫിസിക്കൽ അറ്റാക്സിനൊക്കെ നല്ല ഇമ്മ്യൂണും, പിന്നെ ഒരു 1.5 സാബൂസോ മൊമാച്ചിയുടെ എക്സിക്യൂഷണേഴ്സ് ബ്ലേഡുമായിട്ട് നടക്കുന്ന ഒരു മുതലാണ് ഇദ്ദേഹം. പേഴ്സണാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്, ഒരു റെക്ലെസ് ആണ് ബട്ട് ലോയൽ തന്നെയാണ് കേട്ടോ. അടുത്ത അദ്ദേഹം റിക്രൂട്ട് ചെയ്യുന്നത് കരീൻ ഉസുമാക്കിനെയാണ്. അതെ, ദ സെൻസർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഹീലർ, ഒരു മെഡിക്കൽ നിഞ്ചയുടെ ഒരു ടൈപ്പ്. സോ കരിൻ്റെ മെയിൻ എബിലിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ ഉസുമാക്കി ക്ലാനിലാണ് ചക്ര അന്യായമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒറോച്ചിമാരുണ്ട് വൺ ഓഫ് ദി ചക്ര എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഇദ്ദേഹം.
സോറി ഇവരെന്ന് പറയാല്ലേ, ലേഡിയല്ലേ. സോ എബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ എക്സ്ട്രീം ചക്ര സെൻസിങ് ഉണ്ട്, ഹീലിംഗ് ചക്ര ബൈറ്റിലൂടെ ഒരാളെ കഴിച്ചു കഴിഞ്ഞാൽ ഹീലാവും, അതേപോലെ തന്നെ അഡാമാൻഡിയൻ ചെയിൻസും ഉണ്ട്. അത് ലേറ്ററാണ് വരുന്നത്. പേഴ്സണാലിറ്റി നോക്കുകയാണെങ്കിൽ സാസ്കേനെ ഭയങ്കരമായിട്ട് ഒബ്സഷൻ ആയിരുന്നു, സാസ്കേനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇമോഷണലി അൺസ്റ്റേബിളും ആയിരുന്നു. സോ കരിൻ ഈ ഒരു ടീമിലെ ഒരു സർവൈവൽ ഒബ്സഷൻ സാക്രിഫൈസ് മെറ്റീരിയൽ ആയിട്ടോ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളൂ. അടുത്ത മെമ്പറാണ് ജൂഗോ. ജൂഗോ എന്ന് പറയുന്നത് ഒരു പവർ ഹൗസ് തന്നെയാണെന്ന് പറയാം. ജൂഗോയുടെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ കേഴ്സ് മാർക്കിൻ്റെ ഒരു നാച്ചുറൽ സോഴ്സ് ആണ് ഇദ്ദേഹം. അതായത് അൺകൺട്രോളബിൾ ആയിട്ടുള്ള സേജ് ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ക്ലാനിൽ പെട്ട ഒരാളാണ് ഇദ്ദേഹം. ഡീറ്റെയിൽഡ് ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അനാലിസിസ് നമ്മളൊരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്, അത് ഫ്യൂച്ചറിൽ വരും, അതുകൊണ്ട് ഞാൻ ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. സോ എബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ സമ്മറൈസ് രീതിയിൽ പറയുകയാണെങ്കിൽ സേജ് ട്രാൻസ്ഫോർമേഷനും ഇൻസെയിൻ ഫിസിക്കൽ സ്ട്രെങ്തും അദ്ദേഹത്തിനുണ്ട്. അതേപോലെ തന്നെ കുറേ എനർജി കാനോൺസും നേച്ചർ എനർജീനെയൊക്കെ അബ്സോർബ് ചെയ്യുന്നതായിട്ടും സീരീസിൽ കാണിക്കുന്നുണ്ട്. ഇതുകൂടാതെ ടീം ഹെബിയിൽ നമ്മുടെ കബൂട്ടോനെ വേണേൽ ആഡ് ചെയ്യാം. ഇതൊരു ടെമ്പററി മെമ്പർ തന്നെയാണ്. ആദ്യം സാസ്കേനെയൊക്കെ കുറച്ച് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് സാസ്കെ റിജക്റ്റ് ചെയ്തു ഓറോച്ചിമാരുടെ ഐഡിയോളജി. സോ അതുകൊണ്ട് തന്നെ കബൂട്ടോയുടെ ഒരു ഡിപ്പാച്ചർ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തൊക്കെയാണെങ്കിലും ആദ്യ നാളുകളിൽ നമ്മുടെ സാസ്കെ നോ ബോൺസ് എന്നൊക്കെ പറഞ്ഞെങ്കിലും കരിനെ റിപ്പീറ്റ്ലി നമ്മുടെ സാസ്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന സീരീസിൽ കാണിക്കുന്നുണ്ട്. സുഗെറ്റ്സുവിനെ ഈ റെക്ലെസ് ബിഹേവിയറിൽ നിന്ന് മാറ്റുന്നത് കാണിച്ചിട്ടുണ്ട്. ജൂഗോനെ പേഴ്സണലി കാം ചെയ്യുന്നതും സാസ്കെ കാണിച്ചിട്ടുണ്ട്. സോ ഇവരുടെ ഈ ഒരു ടീം ഹെബിയുടെ ആദ്യത്തെ മിഷൻ എന്ന് പറയുന്നത് ഇറ്റാച്ചിനെ ഹണ്ട് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. ലാൻഡ് ഓഫ് ഫയറിൽ പോയിട്ട് ഇറ്റാച്ചിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഡെയ്ഡറെ, അതായത് അക്കോട്സുക്കി മെമ്പറായിട്ടുള്ള ഡെയ്ഡറിനെ എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് സാസ്കെ ഡെയ്ഡറിനെ സോളോ ആയിട്ട് ഡിഫീറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഹെബിയുടെ മിഷൻ സാസ്കേനെ ലൊക്കേറ്റ് ചെയ്തിട്ട് ഇറ്റാച്ചിയുടെ അടുത്തെത്തിക്കുകയായിരുന്നു. അത് ഹെബിക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം. ഇവൻച്വലി നമുക്ക് അതിൻ്റെ സ്റ്റോറിയൊക്കെ ഇതിലൊന്നും കിടക്കാനൊന്നുമില്ല. സാസ്കെ ഇറ്റാച്ചിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. സോ അതോടുകൂടി നമ്മുടെ ഹെബിയുടെ ഒറിജിനൽ പർപ്പസ് ഫുൾഫില്ലായി. സോ അവരുടെ ആ ഒരു ഗോൾ പൂർണ്ണമായി കഴിഞ്ഞപ്പോഴാണ് ഇവർ ഹെബി എന്ന് പറയുന്ന ആ ഒരു ടീമിൽ നിന്ന് സാസ്കെ പേര് മാറ്റി ടാക്കയിലേക്ക് ആകുന്നത്. അതായത് ഈ ഒരു ടൈമിലാണ് ഇറ്റാച്ചി അല്ലായിരുന്നു തന്നെ എന്തിനാണ് ഇറ്റാച്ചി ക്ലാനിനെ കൊന്നെന്നുള്ള സത്യങ്ങളെല്ലാം നമ്മുടെ സാസ്കെ അറിഞ്ഞിട്ട് ഇതിനെല്ലാം കാരണം നമ്മുടെ കൊണോഹയുടെ ഗവൺമെൻറ് ആണ്, അത് അവിടുത്തെ സിസ്റ്റമാണെന്ന് വെച്ച് കൊണോഹ ഫോഴ്സിനെ ഇറ്റാച്ചിയെ കൊണ്ട് മനഃപൂർവ്വം പ്രസ് ചെയ്യിപ്പിച്ച് ചെയ്തതാണെന്ന് മനസ്സിലാക്കിയ സാസ്കെ കൊണോഹയ്ക്കെതിരെ തിരിയുന്നു. ഇവിടെ നിന്നാണ് ടീം ഹെബി ടാക്കയായി മാറുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇറ്റാച്ചിയോടുള്ള ഹീറ്റ് കൊണോഹയിലേക്ക് അങ്ങ് മാറി. പിന്നെ എന്തുകൊണ്ട് ടാക്ക എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്ക എന്ന് പറഞ്ഞാൽ ഹോക്കാണ്, അല്ലെങ്കിൽ പരുന്തെന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഈ ഒരു സാധനം ഫ്രീഡത്തിനെ ചൂസ് ചെയ്യുന്നു, ഹയർ വിഷനെ ചൂസ് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ആ ഒരു ടീം അക്കാട്സുക്കിയിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അലൈ ചെയ്യുന്നത്. കാരണം അക്കാട്സുക്കി എന്ന് പറയുന്നത് പുറത്താക്കപ്പെട്ട ഈ കുറേ അമാറുടെയൊക്കെ ഗ്രൂപ്പാണല്ലോ. സോ ഇവർ മെയിൻ രാഷ്ട്രങ്ങളെല്ലാം ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലൈഡ് ചെയ്യുവാണ് നമ്മുടെ അക്കാട്സുക്കിയായിട്ട് ടീം ടാക്ക. അങ്ങനെ അക്കാട്സുക്കി ഇവർക്ക് കൊടുക്കുന്ന ഒരു പർപ്പസാണ് 8 ടൈൽസിനെ ക്യാപ്ചർ ചെയ്യുക, അതായത് നമ്മുടെ കില്ലർ ബീനെയും ഒക്ടോബോക്സിനെയും. ബട്ട് എന്നിരുന്നാലും നമ്മുടെ 8 ടൈൽസിനെ പിടിക്കാൻ ഇവർക്ക് സാധിച്ചില്ല എന്ന് തന്നെ പറയാം. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇത്ര വലിയ ടീമാണെങ്കിലും ഒരു പെർഫെക്റ്റ് ജിൻജുറുക്കിനെ ടൈം ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഈ ഒരു ടൈമിൽ നമ്മുടെ ടോബി വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ സാസ്കയോട് പറയുന്നുണ്ട്. അവിടുന്നാണ് നമ്മുടെ ടാർഗറ്റായിട്ട് ഡാൻസോനെ സാസ്കെ കണക്കാക്കുന്നു, പിന്നീട് കൊണോഹയിലേക്ക് അങ്ങ് പോകുന്നതും. ആ കാഗെ സമ്മിറ്റിൻ്റെ ഇടയ്ക്കുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇല്ല, റൈക്കാഗെ, മിസുക്കാഗെ, ഗാരയുടെ എല്ലാം നമ്മുടെ സാസ്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ടൈമിലാണ് വെറി പൂണ്ട് നിൽക്കുന്ന സാസ്കെ നിയർലി കരിനെ കൊല്ലുവാൻ പോലും കൂട്ടാക്കിയത്. ബട്ട് ഇവൻച്വലി നമ്മുടെ സാസ്കെ ഡാൻസോനെ കില്ല് ചെയ്യാണ്. എന്നിട്ട് കാര്യങ്ങളുടെ ആ ഒരു സത്യാവസ്ഥയൊക്കെ ചെറുതായിട്ട് മനസ്സിലാക്കി വരുന്നു. ഈ ഒരു ടൈമിലാണ് ടീം ടാക്ക ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. കാരണം കരിന് ആ ഒരു ലോസ്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ട്രസ്റ്റ് സാസ്കയിൽ നഷ്ടപ്പെട്ടു. സാസ്കെ അവളെ പോലും കൊല്ലുവാൻ മടിച്ചു. അതേപോലെ തന്നെ സുഗിറ്റ്സുവിനെ അവരെ ക്യാപ്ചർ ചെയ്യപ്പെട്ടു. പിന്നെ നമ്മുടെ ജൂഗോ ഇഞ്ചോറോ ആകപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഒരു ഡിസ്ബാൻഡ് ചെയ്യേണ്ട അവസ്ഥയിലായി പോയി ടീം ടാക്ക. സോ ഇത്രയുമായിരുന്നു ടീം ടാക്കയുടെ കോൺട്രിബ്യൂഷൻസ്. ഇവരുടെ മിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സാസ്കയുടെ മൈൻഡ് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. സോ എൻ്റെ ഹെബിയും ടാക്കയും കൂടെ ഒന്ന് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാസീവ് കോൺട്രിബ്യൂഷൻ എന്ന് പറയാനുള്ളത് സാസ്കയുടെ ഇൻഡിപെൻഡൻസിന് ഇത് കാരണമായി. ഓറോച്ചിമാരുടെ ഇൻഫ്ലുവൻസിനെ കില്ല് ചെയ്യാൻ സാധിച്ചു. ഡേഡറിനെ ഡിഫീറ്റ് ചെയ്തു. ഇറ്റാച്ചിയുടെ മരണത്തിന് കാരണമായി. അതേപോലെ തന്നെ സാസ്കയുടെ മാങ്കിക്കോ ഷെരിങ്കൻ ട്രിഗർ ചെയ്തത് തന്നെയാണ്. അതേപോലെ തന്നെ ഡാൻസോ ആ ഒരു മെയിൻ ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് നടന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണത്തോടു കൂടി, അല്ലെങ്കിൽ സാസ്കെ കൊല്ലുന്നതോടു കൂടി തന്നെയാണ്. സോ ഫൈനൽ രീതിയിൽ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ടീം ഹെബി അല്ലെങ്കിൽ ടാക്ക എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ഡേഞ്ചറസ് ഇൻഡിപെൻഡൻറ്റ് ടീംസ് ഇൻ നറൂട്ടോ വേഴ്സ് എന്ന് തന്നെ പറയാം. ഇതൊരു പെയിനിൽ കെട്ടിച്ചമച്ചതാണ്, വിശ്വാസത്താലല്ല. സ്ട്രോങ് ആണ്, ബട്ട് ഇമോഷണലി അൺസ്റ്റേബിളുമാണ്. അതേപോലെ തന്നെ എന്നാ പറയുന്നത്, സാസ്കയുടെ ആ ഒരു മിററിനെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവരൊരിക്കലും ഇത് കുറേ നാൾ പോകുവാനേ ഉദ്ദേശിച്ചിരുന്നില്ല. സോ ഇത്രയൊക്കെയാണ് ടീം ടാക്ക
ആൻഡ് അല്ലെങ്കിൽ അഥവാ ഹെബിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ ഇതധികം ഞാൻ ഇങ്ങനത്തെ മലയാളത്തിലെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചതെന്ന് മാത്രമുള്ളൂ. സോ ഇതുപോലത്തെ നാറൂട്ടോ റിലേറ്റഡ് അണ്ടർ റേറ്റഡ് വീഡിയോ സെഗ്മെന്റ് കണ്ടന്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ ബിലോ, നമ്മളതൊന്ന് അനലൈസ് ചെയ്ത് നാറൂട്ടോ ഡേറ്റാ ബുക്കിലുണ്ടെങ്കിൽ അതും വായിച്ച് നോക്കിയില്ലെങ്കിൽ സീരീസും കണ്ട് നമ്മൾ പറയുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്. Baby, I need to know.